നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയില് മിത്ര പറഞ്ഞു, അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ പണം അപ്പച്ചിയുടെ കൊണ്ട് കൊടുത്ത വീണ മാഡത്തിന്റെ ഹസ്ബൻഡ് അല്ലേ? പിന്നെ എങ്ങനെ ആകാശേട്ടൻ കുറ്റക്കാരനാവുമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അവിടെയാണ് ആകാശിന്റെ മിടുക്ക. ആകാശ് ചെയ്ത് എന്താന്ന് വെച്ചാല് വീണ മാഡത്തിന്റെ വീട്ടിൽ പോയി പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വീണ മാഡം എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണം വാങ്ങിയതിന് ശേഷം ആകാശ് നേരെ വിജിലൻസ് ഓഫീസിലേക്ക് പോയി. അതെ, ഫിനോപ്തിലിൻ പൗഡർ പുരട്ടി. അതിനുശേഷം അത് വാങ്ങിച്ചുകൊണ്ട് നേരെ പോന്നു. പിന്നീട് വഴിക്ക് വെച്ച് വീണ മാഡത്തിന്റെ ഹസ്ബൻഡിനെ കണ്ടു. അപ്പം എനിക്കിപ്പോ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അമ്പലമുക്ക് വഴി പോകുന്നുണ്ടെങ്കിൽ ഈ പണം വീട്ടിലേക്ക് ഒന്ന് കൊടുത്തേക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അയാളെ കൊണ്ടാണ് വീട്ടിൽ പണം കൊടുപ്പിച്ച് ആകാശിന്റെ ഉദ്ദേശം നടക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ മിത്രയ്ക്ക് അതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മിത്രോടും ചേച്ചി, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ബാ വന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു. ഏയ് വേണ്ട മോളെ, പുറത്തുനിന്ന് കൊണ്ടിരുന്ന ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല. ഇവിടെയുള്ള ആഹാരം, ഇവര് വാങ്ങിച്ചിരുന്ന ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സാരമില്ല, ഇത്ര സമയത്ത് അവര് ആഹാരം കൊണ്ട് തന്നില്ലോ, ചേച്ചി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പൊതിച്ചോറയ്ക്ക് അങ്ങോട്ട് കൊടുത്തു. അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ബെഞ്ചിൽ ഇരുന്ന് മീനാക്ഷി കഴിക്കുന്ന സമയത്ത് മിത്ര അരികിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് സി ഐയുടെ വരവ്. സി ഐ ആ കാഴ്ച കണ്ടു. സി ഐ വന്നിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമ്പോഴത്തേനും മിത്ര ചാടി എഴുന്നേറ്റു. പക്ഷെ മീനാക്ഷിക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവന്തപുരം വന്നാൽ പോലും എഴുന്നേക്കല്ലെന്ന് പറഞ്ഞ കണക്ക് മീനാക്ഷി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും സി ഐക്ക് ദേഷ്യമായി. സി ഐ ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇങ്ങനത്തെ കയറി ഇവർക്ക് ആഹാരം മേടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു. അല്ല സാറേ, അത് പിന്നെ ഞാൻ കൊണ്ടേ കൊടുത്ത. നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു ഇവർക്ക് ആഹാരം കൊണ്ടേ കൊടുക്കാനായിട്ട്. സാറേ, മീൻ ചേച്ചി വിശന്നിരിക്കുവാണോ എന്ന് കരുതി കഴിഞ്ഞപ്പം, ഇവളെ വിശന്നിരിക്കുവാണെങ്കിൽ ഇവൾക്കുള്ള ആഹാരം ഞങ്ങൾ വാങ്ങിച്ചോണ്ട് കൊടുക്കും, അല്ലാതെ നീ ഒന്നും അല്ല വാങ്ങിച്ചോണ്ട് കൊടുക്കണ്ടേ, അതറിയത്തില്ലേന്ന് ചോദിച്ചു. മീനാക്ഷി ഒന്നും മിണ്ടാതെ കഴിപ്പ് തൊടുക. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അയാൾക്ക് ദേഷ്യമായി. അയാൾ ആ ബെഞ്ചിന്റെ കാലിൽ പിടിച്ചിട്ട് ഒറ്റ തൊഴിയായിരുന്നു. ആഹാരം എല്ലാം കൂടെ തെറിച്ച് താഴെ വീണു. പെട്ടെന്ന് മീനാക്ഷിക്ക് ദേഷ്യമായി. മീനാക്ഷി ചാടി എഴുന്നേറ്റിടിച്ചു. സാറേ, ഇത് എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിച്ചു. അന്നത്തെയാണ് സാറ് തൊഴിച്ചെറിഞ്ഞ്. ഈ അന്നത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ കിടന്ന് പെടാപ്പാട് പെടുന്നേ, കഷ്ടപ്പാട് പെടുന്നേ, സാറിന് അറിയില്ലെന്ന് ചോദിച്ചു. അവളും അവളുടെ ഒരു അന്നവും. എടി, ഇതിനകത്ത് വലിയ വിഷവും കടത്തിയിട്ടുണ്ടെന്ന് ആര് കണ്ടു? അങ്ങനെ എങ്ങാനും വിഷം കടത്തിക്കൊണ്ട് നല്ല ആഹാരം ഇവര് കൊണ്ടു തന്നെങ്കിൽ അടുത്ത ഇനി ഞങ്ങൾ തൊപ്പി പോവും, തൊപ്പി തെറിക്കും, ഞങ്ങൾ അകത്ത് പോയി കിടക്കേണ്ടതായിട്ട് വരും. അത് നിനക്കറിയാവുന്ന ചോദിച്ചു. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, സാറേ, ഇതിന്റെ അനുജത്യ, അവൾ അങ്ങനെയും ചെയ്യില്ല. ഇതല്ല, ഇതിലപ്പുറം നീയൊക്കെ പറയുന്നു പറഞ്ഞ് ആക്രോശിക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ കയറുന്നു. എന്താ എന്താ മിത്ര കാര്യം? പിന്നീട് മിത്ര നടന്ന കാര്യങ്ങൾ പറയണം. അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, സാറേ സോറി സാറേ, ഞങ്ങളുടെ അറിവില്ലായ്മയോട് പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. അറിവില്ലായ്മ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. തനിക്ക് എന്താടോ ഒട്ടും ബോധം വരുമല്ലേന്ന് ചോദിച്ചു. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ മറുപടി പറയേണ്ട ഞങ്ങളാ, തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് മീനാക്ഷി ഇങ്ങനെ കട്ടക്കഴിപ്പോടെ നിൽക്കുകയാണ്. പിന്നീട് മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സാറേ, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറം പോയാണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിക്ക് ഭ്രാന്ത് തുടങ്ങി. നീ എന്ത് ചെയ്യണം ചോദിച്ചോണ്ട് തല്ലാനോങ്ങുമ്പത്തിന് മിത്ര ഇടയ്ക്കിലേക്ക് കയറി. അയ്യോ വേണ്ട സാറേ എന്നും പറഞ്ഞോണ്ട് ബാലൻ പറഞ്ഞു, സോറി സാറേ, ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനൊന്ന് അയാളെ തണുപ്പിക്കാൻ ശ്രമിച്ചു. വിളിച്ചോണ്ട് പോടോ ഒക്കത്തിന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവളുടെ അടുത്തേക്ക് ആരും വന്നേക്കല്ല. ഇവൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കണമെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സി ഐ മിത്രയെ ബാലിനെ അവിടുന്ന് ഇറക്കി വിടുവാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പം ആകാശിന്റെ അടുത്തേക്ക് ധർമ്മനും ആര്യനും കൂടെ ചെന്നു. കഴിഞ്ഞപ്പോ ആകാശ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആകാശിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ധർമ്മൻ ചോദിച്ചു, എന്താടാ ആകാശ് ഇങ്ങനെ? അത് കേട്ടുകഴിഞ്ഞപ്പോ ആകാശ് എന്ന് ധർമ്മനോട് പറഞ്ഞു, അതെ മാമൻ ഇനി എന്നെ തല്ലണോ കൊല്ലണോ? കൊല്ലണമെങ്കിൽ കൊന്നോ, തല്ലണമെങ്കിൽ തല്ലിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടെ കിട്ടാനുള്ളതെന്ന് പറഞ്ഞു. കാരണം ബാലൻ തല്ലിയതിൻ്റെതായ വിഷമമൊക്കെ ആകാശിനുണ്ടായിരുന്നു. പിന്നെ മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആര്യനും ധർമ്മനും കൂടെ ചെല്ലുന്നത് പോലും. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ആകാശേട്ടാ, ആകാശേട്ടൻ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും എന്നെ കുറ്റക്കാരായിട്ട് കാണുക. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇപ്പൊ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ? മീനുവിനെതിരെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആകാശേട്ടൻ ചെയ്തെന്നാണോ മീനാക്ഷി അടുത്ത് പറഞ്ഞേ? എടാ, ഞാനങ്ങനെ വെറുതെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെ ചെയ്യില്ല. നിനക്കറിയാൻ പാടില്ലേ ഞാൻ മീനുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ അവളെ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുവോടാന്ന് ചോദിച്ചു. എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അല്ല, ആ വീണ മാഡത്തിന്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുവന്ന് പണം കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അയാളെ ഒന്ന് വിളിച്ചു നോക്ക്. അയാളെ വിളിച്ചു നോക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാലോ എന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, ഞാൻ കുറെ തവണ വിളിച്ചായിരുന്നു, പക്ഷെ എങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു. സ്വിച്ച് ഓഫ് എന്നാ പറയണേ. എങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ആകാശ് വീണ്ടും വിളിച്ചു നോക്കുകയും സ്വിച്ച് ഓഫാ പറയണേ.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആകെപ്പാട് ടെൻഷനിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരിനോട് ധർമ്മം ചോദിച്ചു, അല്ല മീനാക്ഷിയുടെ ഫോണ് നിന്നെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു മിത്രന്ന് ചോദിച്ചു. ആ ഏൽപ്പിച്ചായിരുന്നു. അതിനകത്ത് വീണ മാഡത്തിന്റെ നമ്പർ കാണുമല്ലോ, ഒരു കാര്യം ചെയ്യാം, ആ ഫോണിനകത്ത് നിന്ന് ആ വീണ മാഡത്തിന്റെ നമ്പർ എടുത്ത് വീണ മാഡത്തിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക, ഒരു പക്ഷേങ്കിൽ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയാലെന്ന് ചോദിച്ചു. അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ലോക്കാണ്. അതിന്റെ പാസ്വേഡ് അറിയത്തില്ല. ആരും ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. ഒടുവിൽ ആര്യം പറഞ്ഞു, മാമ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മീനാക്ഷിയോട് പോയി ചോദിക്കാന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അതെങ്ങനെ ശരിയാവും മാമ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ CI അയാള് മീനാക്ഷി അടുത്ത് കാണാൻ സമ്മതിക്കുമോ? ഒരു കാരണവശാലും സമ്മതിക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മ പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും. എന്താ? ഇത്തിരി സമയം ഒന്ന് ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, എടാ പാസ്വേഡ് ആകാശം ഒന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞു. ആകാശെന്നോ? അതെ മാമ, ഇത്തവണയും കൂടെ പാസ്വേഡ് അടിച്ച് ശരിയായില്ലെങ്കിൽ ഫോൺ ലോക്കായി പോകുന്നു പറഞ്ഞു. എടാ നീ ഒന്നുകൂടെ ഒന്ന് അടിച്ചു നോക്ക്, നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന കൈയെന്നോണം ആകാശം അടിക്കുവാണ് പാസ്വേഡ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലോക്ക് മാറി. ഭയങ്കര സന്തോഷമായി. ഇത് ലോക്ക് മാറിയെന്ന് പറഞ്ഞ് ആര്യങ്ങൾ തുള്ളിച്ചാടുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആകാശ് കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം ചോദിച്ചു, നീ എന്തിനാടാ കരയണേ? അല്ല, മീനുവിന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ ആലോചിക്കുക. ഫോണിന്റെ പാസ്വേഡ് പോലും എൻ്റെ പേരായിട്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെയുള്ള അവളെ ഞാൻ വേദനിപ്പിച്ചല്ലോ. സാരമില്ല ആകാശേട്ടാ, ഇപ്പം അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല. ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് വീണ മാഡത്തിന് ഹസ്ബൻഡിന്റെ നമ്പർ ഉണ്ടോ, ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് ആരെന്താന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ആകാശം എന്ന് പറഞ്ഞു. അല്ല, എന്താ ആകാശ കാര്യം? എനിക്ക് ചേട്ടനൊന്ന് നേരിട്ട് കാണണമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആകാശ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഞങ്ങൾക്കതിൽ നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ, ഈ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെയുള്ള അവിടെ നിന്ന് വരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ, അവിടേക്ക് ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ വരണം, ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. മീനാക്ഷിയെ രക്ഷിക്കാനായിട്ടാണെങ്കിൽ എന്തിനും ഏതിനും തയ്യാറായിരുന്നു അയാള്. അങ്ങനെ അയാള് അവിടേക്ക് പോവാണ്. ഇതേ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു മീനാക്ഷി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ സമയം സിയയുടെ ഫോണിലേക്ക് അച്യുതൻ വിളിക്കുകയാണ്. അച്യുതൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായടോ കാര്യങ്ങളൊക്കെ? എന്ത്? അല്ല, അവള് സമ്മതിച്ചോ? അവളതിന് കുറ്റം സമ്മതിക്കുവോ? അവളുടെ തൊലിക്കെട്ടി അപാരം തന്നെയെന്ന് പറഞ്ഞു. എടോ, താനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഫയലുണ്ടല്ലോ, ആ ഫയൽ അങ്ങോട്ട് എടുത്ത് കൊണ്ടേ കൊടുക്കുക. ആ ലൈസൻസിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ. അങ്ങനെ ഉണ്ടാക്കണം, അവളെ വെറുതെ വിടുമെന്ന് പറ. എന്റെ പൊന്നു സാറേ, സാറിന് എന്നെ ഒട്ടും ബുദ്ധിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഫയൽ കൊണ്ടേ കൊടുത്ത് അത്തേൽ ഒപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം അവൾക്കറിയാം. ഇത് വിജിലൻസുകാരുടെ കേസാണിത്. ഇവിടെ സ്റ്റേഷനെ കൊണ്ടുവന്നുള്ളൂ. വിജിലൻസ് ആണ് ഇതിന്റെ പിന്നില്. ഇപ്പം പോലീസുകാർ വിട്ടാലും വിജിലൻസുകാർ വിടില്ല എന്നുള്ള കാര്യം അവൾക്കറിയാം. അവള് ബുദ്ധിയുള്ള പെൺകുട്ടിയാന്ന് CI പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, എടോ അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. താൻ ആദ്യം അവളെ കൊണ്ട് അതിനകത്ത് ഒപ്പിടിക്കാൻ നോക്ക്. അവളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ ഫയലായിട്ട് ഒപ്പിടാൻ പറ. അതിന് അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിക്കണം. അല്ല, സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അങ്ങനെ വെറുതെ വിടുന്നത് എങ്ങനെയാ? വിജിലൻസ് ഇടപെട്ട കേസല്ലേ? എടോ, അതിനൊരു മാർഗമുണ്ട്. ഞാനല്ലേ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചേ. അവൻ വന്ന് അവളെ കള്ളക്കേസ് കുടുക്കിയതാന്ന് നമുക്കൊരു പ്രസ്താവന ഉണ്ടാക്കാം. വേണമെങ്കിൽ അവന് പോലീസിന് മൊഴി കൊടുത്തോളും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവെന്ന് പറഞ്ഞു. അപ്പൊ അവളെ മോചിപ്പിക്കാനും പറ്റില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാം, അതൊരു നല്ല ഐഡിയ എന്ന് പറഞ്ഞു. അങ്ങനെ ആ തീരുമാനത്തിൽ എത്തുവാണ്. അതേസമയം ആകാശിനെ കാണാനായിട്ട് വീണ മാഡത്തിന് ഹസ്ബൻഡ് എത്തുവാണ്. വന്നു കഴിഞ്ഞപ്പോ ധർമ്മനും ആര്യനും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല അവരെന്തി ആകാശ് എന്തിയെന്ന് ചോദിച്ചു. ആകാശാണ് ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞു. അല്ല, എന്ത് പരിപാടിയായിട്ടാ കാണിച്ചേ? നിങ്ങളൊക്കെ കൂടി എൻ്റെ മീനാക്ഷി അടുത്തിനെ അകത്താക്കിയല്ലേന്ന് ചോദിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വീണാമടത്തിന്റെ ഹസ്ബൻഡ് പറയണം. അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു. ആകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് അയാൾ നോക്കിയിട്ട് ഇതാരാന്ന് ചോദിച്ചു. ഇതാകാശേട്ടൻ ഇതോ എന്ന് ചോദിച്ചു. അയാൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ സമയം ആകാശ് പറഞ്ഞു, സത്യം പറയട്ടാ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എൻ്റെ മീനാക്ഷിനെ എന്നെയൊക്കെ കുടിക്കിയത്? സത്യം പറയാൻ പറഞ്ഞു. ഞാൻ കുടിക്കുന്നോ? ഞാൻ ആരെയും കുടിക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളല്ലേ വീട്ടിൽ കൊണ്ടേ പണം കൊടുത്തേന്ന് ചോദിച്ചു. പണം കൊടുത്തെന്നോ? അതെ, എൻ്റെ അമ്മയുടെ കൊണ്ടേ പണം കൊടുത്ത് നിങ്ങളല്ലേ. ഞാൻ പണമൊന്നും കൊടുത്തിട്ടില്ലോ എന്ന് പറഞ്ഞു. ആകാശ് വീട്ടിൽ വന്ന് പണം മേടിച്ചിട്ട് പോവുകയല്ലേ ചെയ്തേന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ എപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നു? ആകാശ് വീട്ടിൽ വന്ന് പണം മേടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അയാൾ വീണ്ടും തർക്കിക്കുവാണ്. അത് കേട്ടപ്പം ആര്യനും ധർമ്മനും ഒക്കെ പരസ്പരം നോക്കുവാണ്.
അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു, എന്താടാ ആകാശം ഇത്, നീ പോയി പണം വാങ്ങിച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഓഹ്, എൻ്റെ ധർമ്മമ്മ, ഞാൻ പോയി പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഈണ മഠത്തിന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആ ഇയാൾ വന്ന് പണം വാങ്ങിയില്ല, പക്ഷെങ്കിൽ ആകാശ് വന്ന് പണം വാങ്ങിയെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും എൻ്റെ സാറേ? ഞാൻ ആകാശ്, അതെ ആകാശ് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ അവിടേക്ക് വന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പത്തിന് അവരൊക്കെ ഞെട്ടി. വേറൊരാളോ? അതെ, ആകാശം എന്നും പറഞ്ഞ് വേറൊരാളാ അവിടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ആരും ചോദിച്ചു, സാറേ സാറിന്റെ വീട്ടിൽ CCTV ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷമായി. അങ്ങനെയാണ് CCTVക്കകത്ത് അവന്റെ മുഖം പതിഞ്ഞ് കാണുമല്ലോ, ആരാ പോയി പൈസ മേടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ അവർ ആ വഴിക്ക് നീങ്ങുവാണ്. ഇതേ സമയത്ത് ഒരു വനിതാ കോൺസ്റ്റബിൾ പോയി മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് സിയയുടെ മുന്നിലേക്ക് വന്നു. സിയെ പറഞ്ഞു, നിനക്കുള്ള ആഹാരം കൊണ്ടേ വെച്ചിട്ടുണ്ട്, കഴിക്കാൻ പറഞ്ഞു. എന്താ സാറേ ആഹാരമൊക്കെ വാങ്ങിച്ചെന്ന് നിന്നെ സോപ്പിടാനായിട്ടൊരു ശ്രമം നടത്തുന്നേ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഓ, സോപ്പിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നീ കഴിക്കാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി സാറിന് എന്തോ ഒരു കാര്യസാധ്യത ഉണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ CI പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ, നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ ആദ്യം വളഞ്ഞു മൂക്കെ പിടിക്കാൻ നോക്കും, നടക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ വാ നേരെ പോകുന്നുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ആ കൃഷ്ണമംഗലംകാരുടെ ഫയലില്ലേ, ആ കോറിയുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടെ അത്തേൽ അങ്ങോട്ട് സൈൻ ചെയ്യുവാണെങ്കിൽ നിനക്ക് പുറത്തിറങ്ങാന്ന് പറഞ്ഞു. ഓ കൊള്ളാലോ, അതെ നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് മീനാക്ഷി രൂക്ഷമായിട്ട് അയാളെ നോക്കി. സാറേ, ഞാനും സാറും ഒക്കെ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന, എനിക്ക് പോലീസുകാർ നല്ല ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സാറിനെ പോലുള്ള നികൃഷ്ട ജന്മങ്ങളോട് എനിക്ക് പുച്ഛമാണ്. നാണമുണ്ടോ പോലീസുകാരുടെ വില കളയാനും കൂടെ ഇങ്ങനെ കൃഷ്ണമംഗലത്തിന്റെ അടിമയായിട്ട്. എടി നീ എന്താടി പറഞ്ഞ എന്ന് ചോദിച്ചിട്ട് കൈ നോക്കിക്കൂടി ചെല്ലുവാണ്. തൊട്ടുപോലെ തന്നെയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, നിന്റെ കർണം അടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. സാറിനെ തല്ലാം, പക്ഷെ കൊല്ലാൻ പറ്റില്ലല്ലോ. സാറ് തല്ലിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ സാറിന്റെ കാര്യത്തിൽ എൻ്റെ തീരുമാനം ഉണ്ടാക്കിയിരിക്കും. ഈ മീനാക്ഷി ആരെന്ന് സാറിന് അറിയത്തില്ല, സാർ അറിയാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുവാണ് CAനെ. CA ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കും, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.